ഓക്കെ. അതിൻ്റെ ഇടയിൽ കുറേ ആത്മഹത്യാ കേസുകൾ നമ്മൾ കണ്ടു. അതിനെക്കുറിച്ചൊന്നും റിയാക്ട് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. കുറേ 2-3-4 ആത്മഹത്യകൾ. അതേപോലെ തന്നെ ഒന്ന് ഭാര്യ വേറെ ആരുമായിട്ടോ ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ബന്ധമുണ്ടാകാൻ കാരണം സ്വയം ആത്മഹത്യ ചെയ്യുന്നു, കൂടെയുള്ള മക്കളെയും കൂടി ഇല്ലാണ്ടാക്കണു. പിന്നെ സ്വയം വീഡിയോസ് എടുത്തിട്ട് വീഡിയോ ലൈവ് ഇടുകയോ ഇന്ന ആൾക്കാരാണ് പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ട് സൂയിസൈഡ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ജനിക്കുന്നത് ഒരാളെ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ ഒരാളെ പ്രേമിക്കാനോ വേണ്ടിയിട്ടാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരു അത്രയും ഇമോഷൻസിനെ കുറിച്ച് ഞാൻ സംസാരിക്കണില്ല. കാരണം ആ സമയത്ത് അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് അവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ, വേറൊരാൾക്ക് പറയാൻ പറ്റില്ല. അവസ്ഥയിലൂടെ കടന്നു പോയ ഒരാൾക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ. എന്നിരുന്നാലും നമുക്ക് അത് കാണുമ്പോൾ നമുക്ക് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അരുതേന്ന് പറയേണ്ട ഒരു ഉത്തരവാദിത്തം ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു ജീവി എന്നുള്ള എനിക്കുണ്ട്. സോ അതുകൊണ്ട് ഞാൻ പറയും, അതും കൂടിയാണ് കാണുമ്പോൾ പറയുകയാണ്. നമ്മൾ വളർത്തുന്ന അമ്മ, അച്ഛൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കുഞ്ഞുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്കിത് ആ ഫീലിംഗ് മനസ്സിലാവും. ഞാനൊരു അമ്മയാണ് എന്നതുകൊണ്ട് തന്നെ എനിക്ക് ആ അമ്മമാരുടെ ഫീലിംഗ് മനസ്സിലാവും. നമ്മൾ ജനിച്ച് നമ്മുടെ കുഞ്ഞ് ആ കുഞ്ഞ് അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കും അടിയൊക്കെ വീട്ടിലുണ്ടാവിടോ എന്ന് വെച്ചിട്ട് അച്ഛനമ്മമാർക്ക് നമ്മുടെ സ്നേഹക്കുറവൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മുടെ സങ്കടങ്ങൾ അവരോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ കൂടെ ചേർത്ത് നിർത്തുകയേ ചെയ്യുള്ളൂ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ അല്ലാത്ത സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരൊന്നും മനുഷ്യരായിട്ടൊന്നും ഒരു ജീവിയായിട്ടേ കണക്കാക്കാൻ പറ്റില്ല. അതൊന്നും ഞാനിവിടെ പറയണില്ല. ഞാൻ പറയണത് ഒരു സൂയിസൈഡ് അല്ല ആത്മഹത്യ എന്ന് പറഞ്ഞ ചിന്തയിലേക്ക് നമ്മൾ അതിന് മുന്നേ നമ്മളെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. ആരെങ്കിലും ഉണ്ടാവാതിരിക്കില്ല. ഒരു 10 പേരിൽ 2 പേര് അല്ലെങ്കിൽ ഒരാളെങ്കിലും നമ്മളെ സ്നേഹിക്കാതിരിക്കില്ല. അവരിലേക്ക് മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കണം നമ്മൾ. അപ്പോൾ നമ്മുടെ അമ്മ കൂടുതലും ഈ ചെറിയ വഴക്ക് പറച്ചിൽ ഒഴിവാക്കിയിട്ട് നമ്മുടെ അമ്മമാരൊക്കെ നല്ല സ്നേഹം, അവരെ കുഞ്ഞിൽ നമ്മുടെ പുഞ്ചിരി തൊട്ട് അവരുടെ ആയുസ്സും ആരോഗ്യവും അവരുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ കുഞ്ഞിലേ കിടക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ തലയൊന്നും മുട്ടാതെ നമ്മൾ വേണ്ടാത്ത സാധനങ്ങളെടുത്തൊന്നും മിണുങ്ങാണ്ട് നമുക്കൊന്നും പറ്റാണ്ട് നമ്മുടെ കണ്ണും കാതും കൂർപ്പിച്ച് നമ്മുടെ നേർക്ക് തന്നെ നോക്കിയിരുന്ന് അവരുടെ ആയുസ് മുഴുവൻ നമ്മളെ നോക്കി തീർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളെ വളർത്തി നമ്മൾ തന്നെ നടക്കാറായി, നമ്മളത് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാറായി, ഭക്ഷണം കഴിക്കാറായി, നടക്കാറായി എന്ന് പറഞ്ഞാൽ അവരൊന്ന് റിലാക്സ്, അതുവരെ നമുക്കൊന്നും പറ്റാണ്ട് നോക്കി ഒന്ന് റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരാളെ ഇഷ്ടപ്പെട്ടു, ഏതെങ്കിലും ഒരാൾക്ക് ഇന്നത് സംഭവിച്ചു, ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ആയുസ് ഒറ്റ അടിക്ക് അങ്ങോട്ട് തകർത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ ആരെയാണ് തകർത്ത് കളയണമെന്നറിയോ? നമ്മുടെ ആയുസ് നഷ്ടപ്പെട്ടു പോകാതെ നമ്മളെ പൊന്നുപോലെ കൊണ്ടുവന്ന് അത്ര എത്തിച്ച് ആ അമ്മ, ആ പേരൻസ്, അവരെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം. നമ്മളത് ചിന്തിച്ച് നോക്കണം. നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഒരു പെറ്റിനെ വളർത്തി നോക്ക്. നിങ്ങളുടെ വീട്ടിലൊരു പട്ടിക്കുട്ടീനെയോ അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒന്ന് വളർത്തി അതിൻ്റെ സമയം ഭക്ഷണമൊന്നും പറ്റാണ്ട് നോക്കി കെയർ ചെയ്ത് നോക്ക്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു എന്താ പറയുക, ആ ഒരു സ്നേഹം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ വേദന എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾ ഈ ആത്മഹത്യ എന്ന് പറഞ്ഞ് ചിന്തിക്കുമ്പോൾ കൂടെ ജീവിച്ച് നമ്മളെ വേണ്ടാതെ പോയ ഒരാൾക്ക് വേണ്ടി നമ്മളെ വേണ്ടുന്നവരുടെ ഇടയിൽ നിന്ന് അല്ലേ, നമ്മൾ വേണ്ടാതെ പോയ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ വേണ്ടുന്നവരുടെ ഇടയിൽ നിന്ന് നമ്മൾ മാറിപ്പോവാന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഞാൻ ആത്മഹത്യ ചെയ്ത് അവൾ അനുഭവിക്കും, അവൾ പഠിക്കും, അവൾക്ക് ഇന്നതാണ്, അല്ലെങ്കിൽ അവൻ ഇന്നത്, അവൻ പഠിക്കും, അവൾ പഠിക്കും നമ്മൾ ചിന്തിക്കും. നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ പോയോണ്ട് ആരും പഠിക്കണില്ല. നിങ്ങൾ പോയോണ്ട് എന്താ ചെയ്യണത്? പോയി ശല്യം എന്നങ്ങോട്ട് ചിന്തിക്കും. നിങ്ങളെ വേണ്ടാതെ പോയ ആൾക്കാർ പോയി എന്ന് പറഞ്ഞിട്ട് മുന്നോട്ടങ്ങോട്ട് സുന്ദരമായി അവർക്ക് ഒരു ടെൻഷനും ഇല്ലാതെ പോകാൻ പറ്റും. എന്താണ് അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒഴിഞ്ഞു കൊടുക്കരുത്. നിങ്ങൾ ജീവിച്ച് കാണിക്കണം. ജീവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാര്യം. ജീവിക്കുക. നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി നമ്മളെ ചേർത്ത് നിർത്തുന്നത് ആരോ അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുക. നമ്മൾ ആരും സ്നേഹിക്കാതിരിക്കുന്നില്ല, ആരെങ്കിലും സ്നേഹിക്കുന്നവരുണ്ടാവും, അവർക്ക് വേണ്ടി ജീവിക്കുക. ഇല്ലെങ്കിൽ
നമ്മളെ സ്നേഹിക്കുന്ന ആരും ഇല്ലയെന്ന് വിചാരിച്ചോ, നമ്മൾ സ്നേഹിക്കുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. നമുക്കിപ്പോൾ ഒരാളെ മാത്രം സ്നേഹിക്കും, വ്യക്തികളെ മാത്രം സ്നേഹിക്കും, മറ്റ് പല പാഷൻസ് ഉണ്ടാവില്ലേ, മറ്റു പല ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല, അതിനെ സ്നേഹിക്കൂ, അതിനെ പ്രണയിക്കൂ, നല്ല ആഹാരത്തെ സ്നേഹിക്കൂ, നല്ല എന്താ പറയുക, നല്ല വസ്ത്രം ഇടാൻ, നല്ല മേക്കപ്പ് ചെയ്യാൻ, അങ്ങനെ ഓരോന്നിലേക്ക് മനസ്സ് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. പറയാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഈ ഡിപ്രഷനിലിരിക്കുന്ന, സങ്കടത്തിലിരിക്കുന്ന ഇതൊക്കെ പറയാൻ എന്ത് എളുപ്പമാണെന്ന്. പക്ഷേ പറയാനും ആരെങ്കിലും വേണ്ടേടോ. ഇതൊക്കെ പറഞ്ഞു തരാനും ചില സമയത്ത് ആരും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവാത്ത സാഹചര്യങ്ങളുണ്ട്. ചിലർ സങ്കടപ്പെട്ടിരിക്കുന്നവരെ മൈൻഡ് ചെയ്യാതെ, അതായത് അവൻ്റെ അടുത്തേക്ക് പോകണ്ട, അവൻ ഫുൾ ദുരന്താണെന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു പോണവരുണ്ട്. അത് കേൾക്കാനും അവരെ ഉപദേശമല്ല, അവരുടെ ഉപദേശം വേറെ, അവരെ കേൾക്കലും അവർക്കുള്ള സൊല്യൂഷൻ കൊടുക്കലും രണ്ടും രണ്ടാണ്. വെറുതെ അങ്ങോട്ട് വായേ തോന്നി ഉപദേശിക്കുന്നത് അതല്ല. അവർ കേൾക്കണം, മുഴുവനായി കേട്ടിരുന്നിട്ട് അവരുടെ സങ്കടം എന്താണ്, ആ സങ്കടത്തിനുള്ള സൊല്യൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റണം. അങ്ങനെയും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പറ്റിയ ആരെങ്കിലും സൗഹൃദങ്ങളുണ്ടോ, അവരുടെ അടുത്ത് ഷെയർ ചെയ്യുക, അങ്ങനെയൊക്കെ നമ്മൾ സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുക. ആത്മഹത്യ എന്ന് പറയുന്നൊരു ചിന്തയിലേക്കേ പോവാതിരിക്കുക. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ആ സാഹചര്യം ഞാൻ പറയാം, എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് മനസ്സിന് വിഷമം തോന്നി അത്രയും സാഹചര്യങ്ങൾ കടന്നു പോയിട്ടുണ്ട്. എൻ്റെ ഒരു പ്ലസ് ടു കഴിഞ്ഞ കാലഘട്ടം ഞാൻ എന്താ പറയുക, 10ാം ക്ലാസ്സിൽ സെക്കൻഡ് ക്ലാസ്സോടുകൂടി പാസ്സായി. സെക്കൻഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണെന്നല്ല ഞാൻ പറയണത്. എന്നെ സംബന്ധിച്ച് എനിക്കിത് വലിയ സംഭവമാണ്. എനിക്ക് കുറേ നേരം ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരാളല്ല. ഇനി അഥവാ പഠിച്ചാൽ എൻ്റെ ബ്രെയിനിൽ അധികം നിൽക്കാറില്ല. പക്ഷെ ഞാൻ ജയിച്ചു, ഞാനത് പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്ലസ് ടുവിന് ചെന്ന് മലയാളം മീഡിയം പഠിച്ച ഞാൻ നേരെ പ്ലസ് ടുവിന് ചെന്ന് കയറിയത് ഇംഗ്ലീഷിൽ, ഫുൾ ഇംഗ്ലീഷ്. ടീച്ചർ ക്ലാസ്സിൽ വന്നത് ബുക്ക് പരപരാന്ന് വായിക്കണം. എൻ്റെ തലക്കകത്തോടെ ഒരു പെരുപ്പ് ഇങ്ങനെ പോകും. എനിക്കൊന്നും മനസ്സിലാവണില്ല. ഞാൻ അതിന് മുന്നേ വീഡിയോ ചെയ്തു, എനിക്കൊന്നും മനസ്സിലാവണില്ല. എൻ്റെ തലയ്ക്ക് ബ്രെയിനിനകത്തൊരു എന്തോ ഒരു സംഭവം പോണി, എന്തോ ഇവിടെ നടക്കുന്നുണ്ടെന്ന് മാത്രമേ എനിക്ക് അറിയുന്നുള്ളൂ. കുറേ ബഹളങ്ങളും എന്തോ നടക്കുന്നുണ്ട്. പക്ഷേ എന്താണ് പഠിപ്പിക്കണത് എന്താണെന്ന് ക്യാച്ച് ചെയ്യുന്നത് കുത്തിയിരുന്ന് കാണാതെ പഠിച്ചാലും എനിക്ക് ഓർമ്മയിൽ നിൽക്കാറില്ലായിരുന്നു. ഞാൻ എക്സാം എഴുതി, ഞാൻ പൊട്ടി, നല്ല 8 നിലയിൽ ഞാൻ പൊട്ടിയത് വലിയ കാര്യമായിട്ട് വിളിച്ച് പറയാം. എനിക്ക് പറ്റാഞ്ഞിട്ടാണ്, എനിക്കത് സാധിക്കുമായിരുന്നില്ല. എന്നിട്ട് എനിക്ക് അതിനുള്ള എൻ്റെ തലയ്ക്കകത്ത് കുത്തിയിരുന്ന് പഠിച്ചാലും എന്നിട്ട് ഞാൻ ട്യൂഷന് പോയി. ട്യൂഷൻ ക്ലാസ്സിൽ വേറെ പഠിപ്പിക്കും, സ്കൂളിൽ വേറെ പഠിപ്പിക്കും. ട്യൂഷൻ ക്ലാസ്സിൽ പഠിച്ചിട്ട് സ്കൂളിൽ വരുമ്പോൾ സ്കൂളിൽ വേറെ പഠിക്കണം. ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മറുപടി പറയാൻ ഉത്തരം കിട്ടണില്ല. അങ്ങനെ എനിക്ക് മൊത്തത്തിലൊരു പുകയായിരുന്നു പ്ലസ് ടു എന്ന് പറയണത്. അപ്പം ഞാൻ തോറ്റ് കഴിഞ്ഞപ്പോൾ എന്താ പറയുക, എനിക്ക് സ്വാഭാവികം, എൻ്റെ അച്ഛനൊരു അധ്യാപകനായിരുന്നു. സ്വാഭാവികം എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ അതിൻ്റേതായ രീതിയിലുള്ള ഫ്രസ്ട്രേഷൻ കാണിക്കും. അപ്പം ഞാനതിന് നന്നായിട്ട് മാനസികമായിട്ട് അനുഭവിച്ചു. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, എൻ്റെ പപ്പ പറയുന്ന പല വേർഡ്സും എൻ്റെ ഹേർട്ടിൽ ഇങ്ങനെ തട്ടിയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മീൻസ് എനിക്ക് അവസാനിപ്പിച്ചാലോ എന്ന് പല സന്ദർഭങ്ങളും തോന്നിയിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നൊക്കെ ഞാൻ എൻ്റെ മൈൻഡിനെ എങ്ങനെയാണ് ഡൈവേർട്ട് ചെയ്തതെന്ന് വെച്ചാൽ, ഏതൊക്കെയോ സാഹചര്യങ്ങൾ, ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും, ചിലപ്പോൾ ആരോടെങ്കിലും കൂടുതൽ നേരം സംസാരിക്കാൻ ഞാൻ സമയം കണ്ടെത്തും, കൂടുതൽ നേരം ആരോടെങ്കിലും ഇങ്ങനെ മിങ്കിൾ ചെയ്തിരിക്കും. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിന് കുറച്ചിങ്ങനെ ആശ്വാസം വരും. അതിൽ നിന്ന് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഫസ്റ്റ് ആക്സസ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് ഞാൻ എൻ്റെ സങ്കടങ്ങൾ ഷെയർ ചെയ്യാന്നുള്ളതാണ്. ഫസ്റ്റ് ആരാണോ എനിക്ക് ആക്സസ്, ആരുടെ അടുത്താണ് സംസാരിക്കാൻ പറ്റുന്നത്, അവരുടെ അടുത്ത് ഞാൻ ഇന്ന വിഷയങ്ങളുണ്ട്, എനിക്ക് അതും അങ്ങനെ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഭയങ്കര പ്രഷർ, പപ്പയോട് ദേഷ്യം വരുവാണെങ്കിൽ അത് ഞാൻ കുറേ കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. എന്ന് വെച്ച് ഇന്ന് ഞാൻ പ്ലസ് ടു എഴുതി ജയിച്ച ഒരാളാണ്. എനിക്ക് സയൻസ് ബാച്ച് പറ്റില്ലായിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് കൊമേഴ്സ് എടുത്തു. കൊമേഴ്സ് പഠിച്ച് 71% മാർക്കോട് കൂടി ഞാൻ പാസ്സായി. അത് അപ്പോഴൊന്നുമല്ല, കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാനത് ചെയ്യണത്. എന്ന് വെച്ച് ഞാൻ ഡയറക്റ്റ് സ്കൂളിൽ പോയി പഠിച്ച്, അതിനൊക്കെ എനിക്കൊരു ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, അതൊന്നുമല്ല എൻ്റെ സബ്ജക്റ്റ്. ഞാനും ആ ഒരു മാനസിക അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പം അന്ന് ഞാനത് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇരിക്കണം ഞാനില്ല. മറ്റല്ല എന്നെ പറഞ്ഞ പോലെ അന്ന് നിങ്ങൾ ഇന്നിരിക്കണം ഞാനില്ല. പക്ഷെ ഞാൻ അന്ന് എങ്ങനെയൊക്കെയോ അതൊന്ന് ഓവർകം ചെയ്യാൻ ശ്രമിച്ചു. പല സാഹചര്യങ്ങളും ഒരുപാട് മെൻ്റൽ സ്ട്രെസ്സിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണ് ഞാൻ. അതിൽ നിന്നൊക്കെ നമ്മൾ ഓവർകം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സബ്ജക്റ്റ് എന്താണോ, നമുക്ക് സ്ട്രെസ് തരുന്ന സബ്ജക്റ്റ് എന്താണോ, ആ സബ്ജക്റ്റിനെ തൽക്കാലത്തേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറെ സബ്ജക്റ്റിലേക്ക് ചിന്തിക്കുക, വേറെ സബ്ജക്റ്റിനെ കുറിച്ച് ആലോചിക്കുക, എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങുക, പുറത്തേക്ക് ഇറങ്ങുക. ഒന്നുകിൽ അവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഡ്രീം ചെയ്യുക, ദിവാസ്വപ്നം കാണാമെന്ന് പറയില്ല. നമ്മൾ വീട്ടിൻ്റെ റൂമിൽ ഇരിക്കുകയാണെങ്കിൽ ആ സബ്ജക്റ്റ് മറന്നു വെച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ചിന്തിച്ച് നമ്മുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക്
ചിലർ വിചാരിക്കില്ല ഇത് വന്നാലും അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. ഞാൻ ആ രീതിയിലല്ല, ആ ഡിപ്രഷൻ അനുഭവിക്കുന്നവരെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുകയില്ല. നിങ്ങളതിൽ നിന്ന് ഓവർകം ചെയ്യണം, നിങ്ങൾ രക്ഷപ്പെട്ട് വരണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തിൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് കേട്ടോ. അപ്പം അങ്ങനെ ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കണ്ട് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, റിക്കവർ ആവുക. ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ ഇഷ്ടമാണെങ്കിൽ ചിത്രം വരയ്ക്കൂ. നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പോകാൻ ഇഷ്ടമാണെങ്കിൽ ഡെയിലി വർക്ക് എൻജോയ് ചെയ്യും. നിങ്ങൾ ചെയ്യണ വർക്കിനെ എൻജോയ് ചെയ്യൂ. അതല്ല നിങ്ങൾക്ക് പാട്ട് കേൾക്കാനാണ് ഇഷ്ടമാണെങ്കിൽ പാട്ട് കേൾക്കൂ. ഇനി റൂമിൻ്റെ ഉള്ളിൽ ചിന്തിച്ചിരിക്കാൻ ഇഷ്ടമാണെങ്കിൽ ആ സബ്ജക്റ്റ് ഒഴിച്ച് ബാക്കി എന്ത് വേണമെങ്കിലും ചിന്തിക്കും. നിങ്ങൾ ട്രെയിനിൽ പോകുന്ന ട്രാവൽ ചെയ്യുന്ന ചിന്തിക്കാം, ഏതെങ്കിലും കഥകൾ ഉണ്ടാക്കുന്നത് ചിന്തിക്കാം, ഏതെങ്കിലും ബുക്ക് എഴുതുന്നതിനെ കുറിച്ച് ആ കഥ എന്തായിരിക്കും, ആ ബുക്കിലെ കഥ ഞാൻ എന്താ എഴുതാൻ പോകണമെന്ന് ചിന്തിക്കാം. എൻ്റെ ഈ എക്സ്പീരിയൻസ്, എനിക്കുണ്ടായ ഈ അനുഭവങ്ങൾ മുഴുവൻ ഞാൻ എഴുതും, ഒരു വീഡിയോ ആയിട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് നിങ്ങൾ വീഡിയോ എഴുതൂ, അല്ലെങ്കിൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കണ്ടൻറ്റ് എഴുതൂ. അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പറ്റാവുന്ന എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് ആ സാധനമൊക്കെ എഴുതി വെക്കൂ. അങ്ങനെ നമുക്ക് ഡൈവേർട്ട് ചെയ്യാം. എന്താ പറയുക, നമ്മളെ സ്നേഹിക്കുന്നവർ നമുക്ക് ചുറ്റും ഉണ്ടെന്ന് ചിന്തിക്കുക. ആ സ്നേഹിക്കാത്ത 1 or 2 പേഴ്സൺസിന് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫ് എൻഡ് ചെയ്യരുത്. അത് മാത്രമേ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാവുള്ളൂ. പിന്നെന്താ, അപ്പോൾ അതായിരുന്നു ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്. ചെയ്യരുതേ എന്ന് മാത്രം. പിന്നെ ഇത്ര തന്നെ. അപ്പോൾ 2-3 വീഡിയോ ഞാൻ ഇന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ട്. 3 വീഡിയോ ഇന്നത്തെ ദിവസം തന്നെ ഇടുമെന്നാണ് ഞാൻ വിചാരിക്കണത്. ഓക്കെ. ഞാൻ ഫിലിം റിവ്യൂ ആയിട്ട് ഒരു ഫിലിം കണ്ടൻറ് റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കും എത്താനിട്ടാണോ നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾക്കത് കണ്ടു നോക്കാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക. കൂടുതൽ ഫിലിംസ്, ഇന്ന ഫിലിം, ഏതെങ്കിലുമൊക്കെ ഫിലിം സജഷൻസ് ഒക്കെ തരുവാണെങ്കിൽ നല്ലതാണ്. എനിക്ക് ആരും കമൻറ്റ് ചെയ്യണില്ല, ഗുഡ് കമൻറ്റ്സ് ഓർ ബാഡ് കമൻറ്റ്സ്. അപ്പോൾ പ്രതീക്ഷകൾ അറ്റുപോവാതെ പ്രതീക്ഷയോടെ വീണ്ടും മുന്നോട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ലവ് യു ഓൾ. ടാറ്റാ.